അപ്പൊ ഇന്നത്തെ സെഷൻ നമുക്ക് ആരംഭിക്കാം. എല്ലാവരെയും ഇന്നത്തെ സെഷനിലോട്ട് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കമ്മ്യൂണിറ്റിയെ കുറിച്ചിട്ട് ഇന്ന് നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൂടെ മനസ്സിലാക്കാനായിട്ട് പോവുകയാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആ വ്യക്തിയുടെ ചുറ്റുപാടിന് വലിയ തോതിലുള്ള പ്രാധാന്യമുണ്ട്. അതായത് ആ വ്യക്തി ജീവിക്കുന്ന ചുറ്റുപാട് അത് ഏത് രൂപത്തിലൊക്കെ സ്വാധീനിക്കും എന്നുള്ളതൊക്കെ നമ്മുടെ ജീവിതത്തിലൂടെ നമുക്ക് പലപ്പോഴും ബോധ്യപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ ഏത് പരിസരത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നതനുസരിച്ച് നമുക്ക് ജീവിതത്തെ മെച്ചപ്പെടുത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി അത് വിപരീതമായ ഫലം ഉണ്ടാക്കുന്ന അനുഭവങ്ങളും പല ആളുകളുടെയും ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് നമ്മുടെ ഈ ചുറ്റുപാടിൽ നിന്നും നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ അനുകൂലമാക്കിയെടുക്കാൻ എത്രത്തോളം ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ കൊണ്ട് നമുക്ക് സാധിക്കുന്നുണ്ട് എന്നത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഒരു നല്ല വിത്ത് ഫലപുഷ്ടമായിട്ടുള്ള മണ്ണിലേക്ക് നമുക്ക് ഇടാൻ പറ്റിക്കഴിഞ്ഞാൽ ആ ഒരു സീഡ് നല്ല രീതിയിൽ, ആ ഒരു വിത്ത് നല്ല രീതിയിൽ മുളച്ചു വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ ഒരു വിഷലിപ്തമായിട്ടുള്ള ഒരു പ്രദേശത്താണ് നമ്മളത് ഇടുന്നത് എങ്കിൽ ആ ഒരു ചെടി, ആ ഒരു വിത്ത് നല്ല രീതിയിൽ അതിന് മുളച്ചു വരാൻ കഴിയാത്ത സാഹചര്യവും ഉണ്ടാകും, അത് നശിച്ചു പോകുന്ന സാഹചര്യവും ഉണ്ടാകും. അപ്പൊ മനുഷ്യരും ഇതേപോലെ തന്നെയാണ്. നമ്മുടെ ചുറ്റുപാടിൽ നിന്നുമുള്ള സ്വാധീനം നമുക്കുണ്ട്. അത് നമ്മുടെ വിധിയെ നിർണയിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അത് ഏത് രൂപത്തിലുള്ള കാര്യങ്ങൾ നേടിയെടുക്കണം, ജീവിതത്തിലെ വിജയ പരാജയങ്ങളെ നിർണയിക്കുന്നതിൽ ചുറ്റുപാടിന് വലിയ സ്വാധീനമുണ്ട് എന്നതാണ് പഠനങ്ങളും അനുഭവങ്ങളും നമ്മളോട് തെളിയിക്കുന്നത്. അപ്പൊ ഞാൻ നിങ്ങളെ ചിന്തിപ്പിക്കുന്നത്, നമ്മുടെ എൻവയോൺമെന്റ് നല്ലതാക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അതനുസരിച്ചിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു വളർച്ച നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്ന, നമ്മളെ വളർത്തുന്ന രീതിയിലുള്ള ഒരു ചുറ്റുപാടിലാണ് നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ അതനുസരിച്ച് നമുക്കും വളരാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മുടെ ചുറ്റുപാട് നമ്മെ സ്വാധീനിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട് നമ്മളെ സ്ലോ ഡൗൺ ചെയ്യുന്നുണ്ടോ, ഡ്രെയിൻ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളൊന്ന് കണ്ണോടിച്ച് നോക്കാം. അതായത് നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു അവസരം നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുപാട് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. എന്നാൽ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചുറ്റുപാട് അവരുടെ ലക്ഷ്യത്തിൽ നിന്നും പിന്നോട്ടേക്ക് വലിക്കുന്ന, അവരുടെ ജീവിതത്തിൽ നഷ്ടങ്ങളൊക്കെ കൊണ്ടുവരാൻ സാധിക്കുന്ന രീതിയിൽ അവരെ ഡ്രൈൻ ചെയ്യിപ്പിക്കുന്ന രീതിയിലുള്ള ചുറ്റുപാടിൽ ജീവിക്കുന്ന ആളുകൾക്കും അവരുടെ ജീവിതത്തിൽ അതിൻ്റെതായ കുറവുകൾ അവർക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരുന്നുണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് എനർജൈസസ് ഹബ്ബ് ഉണ്ടാക്കുന്ന ഈ ഒരു ചുറ്റുപാടും ഈ ഒരു പരിസരം എന്ന് പറയുന്നത് എങ്ങനെയൊക്കെ മറ്റു ചുറ്റുപാടുകളിൽ നിന്നും വ്യത്യസ്തമാകുന്നുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് അറിഞ്ഞു നോക്കാം. ഡെയിലി നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കേൾക്കുന്ന ഒരിടത്താണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ആ വ്യക്തി നെഗറ്റീവായി മാറാനുള്ള സാധ്യതയുണ്ട്. അതാണ് ആ വ്യക്തി കൂടുതൽ കേൾക്കുന്നതെങ്കിൽ അതനുസരിച്ചിട്ട് ആ വ്യക്തി ആയിത്തീരാനുള്ള സാധ്യത ഉണ്ട്. ഡെയിലി പേടിയെ കുറിച്ചിട്ടാണ് കേൾക്കുന്നതെങ്കിൽ, പേടിപ്പെടുത്തുന്ന വാർത്തകളും പേടിപ്പെടുത്തുന്ന കാര്യങ്ങളുമാണ് കേൾക്കുന്നതെങ്കിൽ ആ വ്യക്തിക്ക് കോൺഫിഡൻസ് കുറയാനുള്ള സാധ്യത ഉണ്ട്. എന്നാൽ ഡെയിലി ഗ്രോത്തിനെ കുറിച്ച് കേൾക്കുക, അല്ലെങ്കിൽ ഡെയിലി വളർച്ചയെ കുറിച്ച് കേൾക്കുക, അങ്ങനെ കേൾക്കുന്ന സമയത്ത് അവരുടെ മൈൻഡ് സെറ്റ് എക്സ്പാൻഡ് ചെയ്യാൻ, മൈൻഡ് സെറ്റ് വികസിതമാകാനുള്ള സാധ്യത കൂടുതലാണ്. ഡെയിലി പവർഫുൾ ആയിട്ടുള്ള സംഭാഷണങ്ങൾ കേൾക്കുമ്പോൾ ലൈഫ് മാറ്റിയെടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ നമ്മൾ നോക്കുക, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും
സ്വാഭാവികമായിട്ടും നമ്മുടെ ഇടയിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ചുറ്റുപാടിനെ അനുകൂലമാക്കി എടുക്കുക, നമ്മുടെ ചുറ്റുപാട് പോസിറ്റീവായിട്ടുള്ള ഒരു ചുറ്റുപാടിൽ നമ്മൾ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ വളർച്ചയ്ക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ഘടകമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. 5 തരം ചുറ്റുപാടുകൾ ഉണ്ട് നമുക്ക്. ഓരോന്നും നമുക്ക് വിശദമായിട്ടൊന്ന് പരിശോധിച്ചു നോക്കാം. ആ ചുറ്റുപാടുകൾ എങ്ങനെയാണ്, ആ ചുറ്റുപാടിൽ നിന്ന് എന്താണ് നമുക്ക് ലഭിക്കുന്നത്, ആ ചുറ്റുപാട് ഏത് രീതിയിലാണ് നമ്മളെ പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ ബാധിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. അതിൽ ഒന്നാമത്തത് നെഗറ്റീവായിട്ടുള്ള ചുറ്റുപാടാണ്. നെഗറ്റീവായിട്ടുള്ള ചുറ്റുപാട് എന്ന് പറഞ്ഞാൽ നമ്മളുടെ എനർജിയെ ഊറ്റിക്കളയുന്ന രീതിയിലുള്ള ചുറ്റുപാട്. അപ്പൊ ഉദാഹരണം പറയാം, നമുക്ക് എന്നും കുറ്റപ്പെടുത്തലുകൾ കേൾക്കുന്ന ഒരിടം. ഇത് എവിടെയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലൊന്ന് കൊണ്ടുവന്നാൽ മതി. ചിലപ്പം അത് വീടാവാം, ചിലപ്പം ഓഫീസാവാം, ചിലപ്പം വേറെ എന്തെങ്കിലും പിന്നെ അയൽപക്കമാവാം, ചുറ്റുപാടാവാം, അങ്ങനെ പല സ്ഥലങ്ങളിലും ആവാം. അതേ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ പ്രതലത്തെ ആലോചിക്കാം. നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ലോകത്ത് ചിലപ്പോൾ അത് ഡിജിറ്റൽ ഗവൺമെന്റ് ആവാം, അങ്ങനെ പല രീതിയിലും ആവാം. അപ്പൊ അവിടെ ക്രിറ്റിസിസം ലഭിച്ചുകൊണ്ടിരിക്കുന്നു, നിരന്തരമായിട്ട് കുറ്റപ്പെടുത്തലുകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു, നിരന്തരമായിട്ട് ഗോസിപ്പുകൾ പറയുന്ന ഒരു ചുറ്റുപാടുകൾ, പരദൂഷണങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ചുറ്റുപാടിൽ ജീവിക്കുന്ന ഒരാൾ, ഭയം സ്പ്രെഡ് ചെയ്യുന്ന ചുറ്റുപാടിൽ ജീവിക്കുന്ന ആളുകൾ, അതായത് പലതരത്തിലുള്ള ഭയങ്ങൾ, അവർക്ക് സമാധാനപരമായിട്ട് ജീവിക്കാൻ കഴിയാത്ത ഒരു ചുറ്റുപാട് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഭയത്തെ സ്പ്രെഡ് ചെയ്യുന്ന ചുറ്റുപാടുകളിൽ ജീവിക്കുന്ന ആളുകൾ പരസ്പരം പഴിചാരി, ഉത്തരവാദിത്തങ്ങളൊന്നും ഏൽക്കാതെ പഴിചാരി ജീവിക്കുന്ന ചുറ്റുപാടിൽ ജീവിക്കുന്ന ആളുകൾ, എപ്പോഴും കുറ്റപ്പെടുത്തലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ ഇടയിൽ ജീവിക്കുന്ന ആളുകൾ. അതായത് ഈ കുറ്റപ്പെടുത്തുന്നത് അല്ലെങ്കിൽ കുറ്റം കാണുന്നത് എന്തുകൊണ്ടാണ്? ആ വ്യക്തിയുടെ നെഗറ്റീവായിട്ടുള്ള ഓറിയന്റേഷൻ കൊണ്ടാണ് ഏത് കാര്യത്തിനും കുറ്റം കാണുന്നത്. കുറ്റങ്ങളും കുറ്റപ്പെടുത്തലുകളും ഉണ്ടാവുന്ന സാഹചര്യത്തിൽ ജീവിക്കുന്ന ആളുകൾ. അതായത് അതേപോലെ തന്നെ ആ അർത്ഥത്തിൽ കമ്പാരിസൺ, അതായത് താരതമ്യം ചെയ്യുന്ന ചുറ്റുപാടിൽ ജീവിക്കുന്ന ആളുകൾ. അപ്പൊ ഇങ്ങനെ നെഗറ്റീവ് ആയിട്ടുള്ള പരിസരത്ത് ജീവിക്കുന്ന ആളുകളാണ് എങ്കിൽ അവരുടെ സ്വപ്നങ്ങളൊക്കെ പതിയെ 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 ഇല്ലാതായിട്ട് മാറും. അവരുടെ കോൺഫിഡൻസ് കുറഞ്ഞു വരും, ആത്മവിശ്വാസം കുറഞ്ഞു വരും. അവർ ജസ്റ്റ് ജീവിച്ചു പോകുന്നുണ്ടാവും. പക്ഷെ അവർക്ക് അവരുടെ ജീവിതത്തിൽ നിന്ന് പല നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനുള്ള അവസരം, നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഒരു അവസരം, അത് നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവരുടെ ജീവിതം തട്ടിമുട്ടി അങ്ങനെ പോകുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. അപ്പൊ നെഗറ്റീവ് ആയിട്ടുള്ള ചുറ്റുപാട് എന്ന് പറയുന്നത് അത് മനുഷ്യരെ നിശബ്ദമായിട്ട് കൊന്നുകൊണ്ടിരിക്കുന്നുണ്ട്. യെസ് ഓർ നോ? ശരിയാണോ? ഈ പറഞ്ഞ കാര്യം ശരിയാണോ? അതായത് ഈ ഒരു എൻവയോൺമെന്റിൽ ഒരു കാരണവശാലും നമ്മൾ നിർത്തരുത്. ഇത്തരത്തിലുള്ള ഒരു ചുറ്റുപാടിൽ നമ്മളെ നിർത്തരുത്. കാരണം അത് നമ്മളെ ജീവിതത്തെ തന്നെ എന്ത് ചെയ്യും? നഷ്ടപ്പെടുത്തി കളയുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകും. അപ്പൊ അവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ കുറച്ച് കൊണ്ടുവരാനായിട്ടുള്ള ശ്രമം നമ്മൾ ഒരു ഭാഗത്ത് നടത്തണം. രണ്ടാമത്തെ ഒരു ചുറ്റുപാട് എന്ന് പറയുന്നത് ആവറേജ് എൻവയോൺമെന്റ് ആണ്. അതായത് ഒരു കംഫർട്ട് സോൺ എൻവയോൺമെന്റ്. അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുരോഗതിയെ കുറിച്ചിട്ടുള്ള ചർച്ചകളൊന്നും ഉണ്ടാവില്ല. നമുക്ക് എങ്ങനെ രക്ഷപ്പെടണം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ജീവിതത്തിൽ കാര്യങ്ങൾ നേടിയെടുക്കണം എന്നുള്ള ഒരു പുരോഗമനപരമായിട്ടുള്ള അല്ലെങ്കിൽ ഡെവലപ്മെന്റൽ ഡിസ്കഷൻസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അവിടെ പ്രത്യേകിച്ചിട്ട് ദീർഘവീക്ഷണമൊന്നും ഉണ്ടാവില്ല. എങ്ങനെ മുന്നോട്ട് പോകണം, എങ്ങനെ കാര്യങ്ങളെ കാണണം, ഏത് രൂപത്തിൽ നീങ്ങണം എന്നുള്ളതിനെ കുറിച്ചൊരു ദിശാബോധമോ കാര്യമായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഒരു 3 വർഷം കഴിഞ്ഞ് നമുക്ക് ഏത് രീതിയിൽ ലൈഫിനെ നേടിയെടുക്കണം, അല്ലെങ്കിൽ 5 വർഷം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ എന്തൊക്കെ ആയി തീരണം എന്നുള്ളതിനെ കുറിച്ചൊന്നും അവിടെ ഡിസ്കഷൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. രാവിലെ എന്നും എണീക്കുന്നു, രാത്രി കിടന്നുറങ്ങുന്നു, ഒരേപോലത്തെ റുട്ടീനായിരിക്കും. പ്രത്യേകിച്ചിട്ട് അവർക്ക് എന്തുണ്ടാവില്ല, ഒരു മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഒരു എന്താ പറയാ,
ഒരു കംഫർട്ട് സോണിൽ ഇങ്ങനെ ജീവിച്ചു പോകും. വലിയ ചാലഞ്ചുകൾ കാര്യങ്ങളൊന്നും അവരെന്ത് ചെയ്യില്ല, ഏറ്റെടുക്കില്ല. ആ രീതിയിൽ അവര് ആ അർത്ഥത്തിൽ ജീവിച്ചു പോകുന്ന ആളുകൾ, അതായത് പ്രത്യേകിച്ചിട്ട് വളർച്ചയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ ആ ഒരു മൈൻഡ് സെറ്റിൽ എന്നും ചെയ്യുന്ന കാര്യങ്ങൾ അങ്ങനെ ചെയ്തു പോകുന്ന ഒരു ചുറ്റുപാടിൽ ജീവിക്കുന്ന ആളുകളുണ്ടാവും. ഒരു ആവറേജ് എൻവയോൺമെന്റ്. ഇവിടെ ആളുകൾ ജീവിക്കും, ഇവിടെ ആളുകൾ ജീവിച്ച് മുന്നോട്ട് പോകും. പക്ഷെ ഇത്തരത്തിലുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷനോ മറ്റു കാര്യങ്ങളോ ഒന്നും സൊസൈറ്റിയിലേക്ക് കൊടുക്കാനോ അവരുടെ വ്യക്തി ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാനോ ചിലപ്പോൾ സാധിച്ചോളണമെന്നില്ല. അവര് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അത്യാവശ്യം ജീവിച്ചങ്ങനെ പോകുന്നുണ്ടാകും എന്നതാണ്. അപ്പൊ ഈ കംഫർട്ട് സോൺ എന്ന് പറയുന്നത് അതൊരു ഡേഞ്ചർ സോൺ ആയിട്ടാണ് കാണുന്നത്. കംഫർട്ട് സോണിൽ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അച്ചീവ്മെന്റ്സ് ഒന്നും അവർക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കില്ല. അവര് കംഫർട്ട് സോണിലൂടെ ജീവിച്ച് അങ്ങനെ പോവുകയും അതനുസരിച്ചിട്ട് അവരുടെ പൊട്ടൻഷ്യൽ, അവരുടെ കഴിവുകൾ മറ്റുമൊക്കെ എന്ത് ചെയ്യുന്നു, നഷ്ടപ്പെടുത്തി പോകുന്ന രീതിയിലേക്ക് ആണ് പലരെയും കാണുന്നത്. ഇപ്പൊ കംഫർട്ട് സോണിൽ ജീവിക്കുന്ന ആളുകൾ അവരുടെ കഴിവുകൾ പുറത്തെടുക്കാനോ അവരുടെ ലക്ഷ്യത്തെ നിർണ്ണയിച്ച് മുന്നോട്ട് പോകാനോ ഒന്നും വലിയ രൂപത്തിൽ അവർക്ക് സാധിച്ചോളണമെന്നില്ല. യെസ് ഓർ നോ? ഈ പറഞ്ഞത് കാര്യം ശരിയാണോ? ഇനി മൂന്നാമത്തെ ഒരു ചുറ്റുപാട് എന്ന് പറയുന്നത് മോട്ടിവേഷണൽ എൻവയോൺമെന്റ് ആണ്. അതായത് താൽക്കാലികമായിട്ട് ഒരു എനർജി ഒക്കെ കൊടുക്കുന്ന ഒരു ചുറ്റുപാട്, താൽക്കാലികമായിട്ട് ഒരു മോട്ടിവേഷൻ ഒക്കെ കിട്ടുന്ന ഒരു ചുറ്റുപാട്. അവിടെ കുറച്ച് മോട്ടിവേഷൻ താൽക്കാലികമായിട്ട്, മോട്ടിവേഷൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, കുറച്ച് സമയത്തേക്ക് അത് നിലനിൽക്കും, പിന്നീട് അതങ്ങ് ചോർന്നു പോകുന്ന സാഹചര്യം ഉണ്ടാവും. ആ സമയത്ത് നല്ല ആവേശവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ അങ്ങനെയുള്ള ഒരു ചുറ്റുപാട്, കുറച്ച് ഇൻസ്പിറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ ഇമോഷണൽ എനർജി ഒന്ന് വർദ്ധിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, കുറച്ച് എക്സൈറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു ടെമ്പററി എനർജി എൻവയോൺമെന്റ് അവിടെ ആ വാക്കിൽ തന്നെ ഉണ്ട്. കുറഞ്ഞ സമയത്തേക്ക്, കുറഞ്ഞ കാലത്തേക്ക് ഒരു ബൂസ്റ്റിംഗ് ഉണ്ടാവും. ആ ബൂസ്റ്റിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, അത് താഴോട്ടേക്ക് പോകും. അപ്പൊ അങ്ങനെയുള്ള ചുറ്റുപാട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രൂപത്തിലുള്ള കാര്യങ്ങളാണ് ഉണ്ടാവുക. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അവിടെ ആക്ഷൻസ് കുറവായിരിക്കും. കൺസിസ്റ്റന്റ് ആയിട്ട് നിരന്തരമായിട്ട് എടുക്കുന്ന ആക്ഷൻസ് കുറവായിരിക്കും. അവിടെ എന്ത് ചെയ്യും, ടെമ്പററി ആയിട്ട് ഒന്നങ്ങ് ചാർജ് ആവും, പിന്നെ അങ്ങോട്ട് താഴെ പോകും. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ചാർജ് ആവും, പിന്നെ അങ്ങോട്ട് താഴെ പോകും. അപ്പൊ എന്താ വെച്ചാൽ അവരുടെ പാറ്റേൺ അവർക്ക് ബ്രേക്ക് ചെയ്യാൻ കഴിയില്ല. അവരുടെ പാറ്റേൺ അവർക്ക് ബ്രേക്ക് ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവർക്ക് വലിയ തോതിലുള്ള നേട്ടങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കില്ല ഈ ഒരു മോട്ടിവേഷണൽ എൻവയോൺമെന്റിൽ നിൽക്കുന്ന ആളുകൾ. അപ്പൊ ഈ കൂട്ടർക്ക് എന്ന് വെച്ചാൽ പെട്ടെന്ന് കാര്യങ്ങൾ കിട്ടണം. ഇവർക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് നിരന്തരമായിട്ട് കാര്യങ്ങളിലോട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ഇച്ഛാശക്തി അവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണം. ദീർഘമായിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിനെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു മാനസികാവസ്ഥയോ ക്ഷമയോ ഒന്നും ഈ പറഞ്ഞ ചുറ്റുപാട് എടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകില്ല. അപ്പൊ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ആളുകൾക്ക് തിരിയിട്ട് കൊടുക്കാൻ പറ്റും, ഒരു സ്പാർക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതേസമയം ആ ആളുകൾക്ക് ഒരു സിസ്റ്റം ബിൽഡ് ചെയ്തുകൊണ്ട് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് പലപ്പോഴും അവർക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അവിടെ അത്യാവശ്യം ഒരു ചലനം ഉണ്ടാവും, പക്ഷെ എന്നാൽ അത് വേണ്ടത്ര രീതിയിലുള്ള ഗ്രോത്ത് അവർക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിച്ചോളണമെന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ താൽക്കാലികമായിട്ടൊരു ഇതിലൊക്കെ പോയിട്ട് അങ്ങനെ അവസാനിച്ചു പോകുന്ന ഒരു ചുറ്റുപാടിലായിരിക്കും അവര് ഉണ്ടാവുക. ഇനി നാലാമത്തെ ഒരു വിഭാഗം എന്ന് പറയുന്നത് ഗ്രോത്ത് എൻവയോൺമെന്റ് ആണ്. അവിടെ ലേണിംഗ്, അക്കൗണ്ടബിലിറ്റി ഒക്കെ ഉണ്ടാവും, പഠനം ഉണ്ടാവും. അവിടെ പരസ്പരം എന്ത് ചെയ്യും, സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സംഗതിയാണ്. ഒരു ലേണിംഗ് കൾച്ചർ ഉണ്ടാവും. പഠിക്കുക, ഡെവലപ്പ് ചെയ്യുക, ഡെയിലി ഇംപ്രൂവ് ചെയ്യുക, അല്ലെ, ഒരു വളർച്ച ഉണ്ടാക്കിയെടുക്കുക, പഠിക്കുന്ന കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യുക. അതേപോലെ തന്നെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫീഡ്ബാക്കുകൾ കൊടുക്കുക, പുരോഗമനപരമായിട്ടുള്ള ഫീഡ്ബാക്കുകൾ കൊടുക്കുക, ഉത്തരവാദിത്തങ്ങളൊക്കെ അല്പം ഉണ്ടാവുക, ഉത്തരവാദിത്തത്തോടുകൂടെ അച്ചടക്കത്തോടുകൂടെ മുന്നോട്ട് പോകുന്ന പോസിറ്റീവ് ആയിട്ടുള്ള ഹാബിറ്റ്സ് ഒക്കെ രൂപീകരിക്കപ്പെടുന്ന ഗ്രോത്ത് സോണ്. അതായത് ഇവിടെ ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ പഠിക്കുകയും അത് ഇംപ്ലിമെന്റ് ചെയ്യുകയും അതിനനുസരിച്ച് ഫീഡ്ബാക്ക് കൊടുക്കുകയും ഉത്തരവാദിത്തങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് അച്ചടക്കത്തോടുകൂടെ മുന്നോട്ട് പോകുന്ന ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എൻവയോൺമെന്റിനാണ് ഗ്രോത്ത് എൻവയോൺമെന്റ് എന്ന് പറയുന്നത്.
അവിടെ സ്വാഭാവികമായിട്ട് ആളുകൾ എന്ത് ചെയ്യും? ആളുകൾ വളരും. പതിയാണെങ്കിലും ആളുകൾ അവിടെ വളരും, കോൺഫിഡൻസ് ബിൽഡ് ചെയ്യും, അവർക്ക് ആത്മവിശ്വാസം ഈ ഒരു രീതിയിൽ പോകുന്ന സമയത്ത് അവിടെ ആത്മവിശ്വാസം ഉണ്ടാകും. അവരുടെ ചിന്താഗതി അവർക്ക് വികസിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ അവരുടെ ഉള്ളിൽ അവരെ കുറിച്ചിട്ടുള്ള ഐഡന്റിറ്റി എന്താണോ ആ സ്വത്വബോധം അവർക്ക് എക്സ്പാൻഡ് ചെയ്യാനും ഞാൻ കഴിവുള്ള ആളാണ് എന്ന ഒരു ഫീലിംഗിലേക്കൊക്കെ അവർക്ക് വരാനുമായിട്ടുള്ള സാഹചര്യം ഈ ഒരു എൻവയോൺമെന്റിൽ, ഈ ഒരു ചുറ്റുപാടിൽ അവർക്ക് എന്ത് ചെയ്യും? ലഭിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ വളർച്ച ഉണ്ടാക്കിയെടുക്കുന്നത് അവരുടെ അവയർനെസ്സും ഡെയിലി ഉള്ള പ്രാക്ടീസസിലുമാണ് ഇത് ലഭിക്കുന്നത് എന്നുള്ളതാണ്. അവയർനെസ്സും ഡെയിലി ഉള്ള അവരുടെ ശീലങ്ങളിലൂടെയുമാണ് അവർക്ക് ഈ ഒരു മാറ്റം അവരുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നത്. അപ്പം ഗ്രോത്ത് എൻവയോൺമെന്റ്, നമുക്ക് വളർച്ച ഉണ്ടാക്കിയെടുക്കുന്ന ചുറ്റുപാട് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ? വളർച്ച ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചുറ്റുപാടിനെ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ളതും നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. അങ്ങനെയുള്ള ചുറ്റുപാടിൽ നമ്മൾ നമ്മളെ കൊണ്ടുപോയി നിർത്താറുണ്ടോ? അല്ലെങ്കിൽ അങ്ങനെയുള്ള ചുറ്റുപാടിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ അവിടുന്ന് വിട്ടു പോകാറുണ്ടോ എന്നുള്ളതും നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക. അഞ്ചാമത്തെ ചുറ്റുപാട് എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഫോർമേഷണൽ എൻവയോൺമെന്റ് ആണ്. ഒരു ട്രാൻസ്ഫോർമേഷണൽ എൻവയോൺമെന്റ് ആണ്. അതായത് ഒരു സമഗ്രമായിട്ടുള്ള മാറ്റം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുന്ന പൊട്ടൻഷ്യലുള്ള ഒരു ചുറ്റുപാടാണ് ട്രാൻസ്ഫോർമേഷണൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ജീവിതത്തിൽ ആ എൻവയോൺമെന്റ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ വ്യക്തിക്ക് ജീവിതത്തിൽ ലക്ഷ്യം നേടിയെടുക്കുക, പുരോഗതി നേടിയെടുക്കുക എന്നുള്ളത് ഉദ്ദേശിച്ചുകൊണ്ട് അവരുടെ സമഗ്രമായിട്ടുള്ള മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ ഇവർക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ എന്താണ് നടക്കുന്നത്? ഇവിടെ ഇൻഫർമേഷൻ മാത്രമായിരിക്കില്ല, ഇവിടെ വിവരങ്ങൾ കൊടുക്കുക എന്നതല്ല, ഈ ചുറ്റുപാടിൽ വിവരങ്ങൾ കൊടുക്കുക എന്നുള്ളതല്ല. ഇവിടെ യഥാർത്ഥത്തിൽ എന്ത് ചെയ്യും? അവിടെ ഒരു ഐഡന്റിറ്റി ഷിഫ്റ്റിംഗ്, ആ വ്യക്തിയെ കുറിച്ചിട്ടുള്ള അവരുടെ സ്വത്വബോധത്തെ പോസിറ്റീവാക്കി പടർത്തിക്കൊണ്ടും മാറ്റിക്കൊണ്ടും ഡെവലപ്പ് ചെയ്തുകൊണ്ടും ആ വ്യക്തികളെ പോസിറ്റീവായിട്ടും അനുകൂലമായിട്ടും മാറ്റിയെടുക്കും. ഈ ഒരു ട്രാൻസ്ഫോർമേഷണൽ എൻവയോൺമെന്റിൽ ഹീലിംഗ് നടക്കും. അവിടെ അവരുടെ മനസ്സിൽ ഉണ്ടായിട്ടുള്ള മുറിവുകളെ, ആ മുറിവുകളെ മനസ്സിൽ നിന്ന് മാറ്റിക്കൊണ്ട് പോസിറ്റീവായിട്ടുള്ള ഒരു രീതിയിലേക്ക് അവർക്ക് ഹീലിംഗ് നടക്കുന്ന ഒരു മാനസികമായ അവസ്ഥയിലേക്ക് അവർക്ക് എത്താനായിട്ട് സാധിക്കും. കാരണം അവരുടെ ഉള്ളിലുള്ള മുറിവുകൾ വെച്ചുകൊണ്ട് അവർ മുന്നോട്ട് പോകുന്ന സമയത്ത് അവരുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അവർക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും. അതേപോലെ തന്നെ അവരുടെ ജീവിതത്തിന്റെ നിയോഗം എന്താണ്, അവരുടെ ജീവിതത്തിന്റെ പർപ്പസ് എന്താണ്, അവരെന്തിനു വേണ്ടി ജീവിക്കുന്നു എന്നുള്ള ചോദ്യം അടിസ്ഥാനപരമായിട്ട് ഓരോ മനുഷ്യർക്കും ഉണ്ടാവും. ആ ചോദ്യങ്ങൾക്ക് ഈ പരിസ്ഥിതിയിൽ നിന്നും ഈ ചുറ്റുപാടിൽ നിന്നും അവർക്ക് ഉത്തരം ലഭിക്കും. ഞാനൊരു പർപ്പസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് നടത്തേണ്ടയാളാണ്, ഞാൻ എൻ്റെ പർപ്പസിനെ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ട ആളാണ് എന്ന ഒരു തിരിച്ചറിവിലേക്ക് ആ വ്യക്തിയെ കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ അവരുടെ കോൺഫിഡൻസിനെ റീബിൽഡ് ചെയ്യും. അവരുടെ കോൺഫിഡൻസിനെ, ആത്മവിശ്വാസത്തെ പുനർനിർമ്മിച്ചുകൊണ്ട് ആ വ്യക്തിക്ക് നല്ല രീതിയിൽ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്കും അത് എത്തിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഇവിടെ ഈ ഒരു ചുറ്റുപാടിൽ നിന്നും മനുഷ്യർ എന്ത് ചെയ്യുന്നു? ഇവോൾവ് ചെയ്ത് മനുഷ്യർ പല ഘട്ടത്തിലും നല്ല ഒരു മാറ്റം സാധ്യമാക്കിയിട്ട് അവരുടെ ജീവിതത്തിന് അർത്ഥം കണ്ടെത്താൻ പറ്റുന്ന രീതിയിലേക്ക് അതിനെ മാറ്റിയെടുക്കും എന്നുള്ളതാണ്. അപ്പം ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന ഈ ചുറ്റുപാടിൽ നിന്നും വളർച്ചാ സാധ്യത കൂടുതലാണ്. വളർച്ചാ സാധ്യത വലിയ തോതിൽ ആ വ്യക്തികൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചുറ്റുപാടാണ് ഈ പറഞ്ഞ ട്രാൻസ്ഫോർമേഷണൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് ജസ്റ്റ് പഠിപ്പിക്കലല്ല, അവരുടെ ഉള്ളിൽ ഉയർത്തെഴുന്നേൽക്കാൻ ആവശ്യമായിട്ടുള്ള, അവരുടെ ഉള്ളിൽ ഇത് സ്പാർക്ക് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് അവരെ പവർഫുൾ ആക്കി മാറ്റിയെടുക്കുന്ന ഒരു പ്രോസസ്സാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ആളുകൾ വെറുതെ എന്ത് ചെയ്യില്ല, അറ്റൻഡ് ചെയ്യില്ല. ഇവിടെ ആളുകൾ വെറുതെ അറ്റൻഡ് ചെയ്ത് പോവല്ല ചെയ്യാം. അവിടെ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്തുകൊണ്ട് അവിടെ എന്ത് ചെയ്യും? ഒരു നല്ല രീതിയിലുള്ള ചുറ്റുപാട് ക്രിയേറ്റ് ചെയ്തെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാറുന്നതായിട്ടും കാണാനായിട്ട് പറ്റും. അപ്പൊ അവിടെ എന്താണ്, നമ്മുടെ ഒരു സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ആളുകൾ പോലും ഒരു ഫാമിലി ആയിട്ട് മാറും. അതായത്
നമ്മൾ അറിയാത്ത ആളുകളാണെങ്കിൽ പോലും ഈ ട്രാൻസ്ഫോർമേഷൻ എൻവയോൺമെന്റ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് എങ്കിൽ അവിടെ അറിയാതെ പോലും ഫാമിലി ആയിട്ട് മാറുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. എന്ന് വെച്ചാൽ പരസ്പരം ആ രീതിയിൽ ഒരേ രീതിയിൽ ചിന്തിക്കുന്ന, ജീവിതത്തിൽ വിജയത്തെക്കുറിച്ച് ചിന്തിക്കുന്ന, ജീവിതത്തിൽ മാറ്റങ്ങളെ കുറിച്ച് ആലോചിക്കുന്ന രീതിയിൽ ഒരു മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ ക്രിയേറ്റ് ചെയ്തിരിക്കുകയും ആ ഒരു എൻവയോൺമെന്റ് പോസിറ്റീവ് ആയിട്ടുള്ള പേഴ്സണാലിറ്റികളെ ക്രിയേറ്റ് ചെയ്യുകയും അത് ചേഞ്ച് ചെയ്യുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, എത്തിക്കാനായിട്ട് സാധിക്കും. അപ്പം ഒരു സമൂഹത്തിന് അല്ലെങ്കിൽ ഒരു കൂട്ടായ്മക്ക് ഈ ചേഞ്ചസ് ആളുകളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എൻവയോൺമെന്റിനെ നമ്മൾ പവർഫുൾ ആക്കി മാറ്റിയെടുക്കുക എന്നുള്ളതാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നെഗറ്റീവ് ആയിട്ടുള്ള ഇടത്ത് നിന്ന് ഈ ട്രാൻസ്ഫോർമേഷൻ മൈൻഡ് സെറ്റിലേക്ക് അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ ചുറ്റുപാടിലേക്ക് നമ്മൾ വരുമ്പോൾ ജീവിതത്തില് മൊത്തത്തിലുള്ളൊരു മാറ്റം നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നതാണ്. ഈ ട്രാൻസ്ഫോർമേഷൻ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ എനർജൈസസ് ഹബിന് പങ്കുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. പങ്കുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കി, യെസ് ഓർ നോ. അപ്പൊ ഒരു ട്രാൻസ്ഫോർമേഷണൽ പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുക, ട്രാൻസ്ഫോർമേഷൻ ആളുകളിൽ ഇത്തരത്തിലുള്ള ഒരു സമഗ്രമായിട്ടുള്ള മാറ്റം അപ്പൊ ആ രീതിയിൽ നമ്മുടെ ഈ ചുറ്റുപാടിനെ നമ്മൾ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തുകയും ആ അർത്ഥത്തിൽ നമുക്ക് ട്രാൻസ്ഫോർമേഷൻ സാധ്യമാക്കുകയും സാർ ബ്രേക്ക് വരുന്നുണ്ട്. റോജർ സാർ കേൾക്കുന്നില്ല? 328 തോന്നുന്നത്. സിബഹത്തുള്ള സാർ ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ കേട്ടോ. 28 സംശയം. സിബഹത്തുള്ള സാർ മ്യൂട്ട് ചെയ്തോളൂ. റാഷി സാർ ലെഫ്റ്റ് ആയി പോയെന്നാ തോന്നുന്നത്, കാണുന്നില്ലല്ലോ. നെറ്റ് പ്രശ്നം തോന്നുന്നു ടീച്ചറെ, ബ്രേക്ക് ആയിരുന്നല്ലോ ഫസ്റ്റ്. അതെ അതെ അതെ, ചിലപ്പം റിട്ടേൺ വരാൻ മതിയാവും, നോക്കാം. സാറ് പോയോ? ഇല്ല, സാറ് വരും. മക്കുൽ സാർ, നമുക്ക് റാഷി സാറിനെ കാണുന്നില്ല. നമുക്ക് ഷെയറിങ്സിലേക്ക് പോകണോ? നമുക്ക് വെയിറ്റ് ചെയ്യാം. നെറ്റ്വർക്കിന് ചെറിയൊരു പ്രശ്നം വന്നതാണ്. ഓക്കെ സാർ, കൂടെ പറഞ്ഞിട്ടൊന്ന് അവസാനിപ്പിക്കാം. സോറി. അപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, പോസിറ്റീവ് ആയിട്ടുള്ള ആശയവിനിമയം നമ്മൾ നടത്തുന്നു. പരസ്പരം ആളുകളെ റെസ്പെക്ട് ചെയ്തുകൊണ്ട്, ബഹുമാനിച്ചുകൊണ്ടുള്ള ഇന്ററാക്ഷൻ നമ്മൾ നടത്തുന്നു. അതേപോലെ തന്നെ പുരോഗതിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു. ഇമോഷണൽ സപ്പോർട്ട് നമ്മൾ നൽകുന്നു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇമോഷണൽ സപ്പോർട്ട് നൽകുന്നു. അതേപോലെ തന്നെ ഡെയിലി നമ്മൾ ലേണിംഗ് നൽകുന്നു. ഓരോ ദിവസവും നമ്മൾ പഠനങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു. ആളുകൾ നമ്മൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനുള്ള പ്രേരണ നമ്മൾ കൊടുക്കുന്നു. ആ രീതിയിലുള്ള കോൺഷ്യസ് ആയിട്ടുള്ള ലീഡേഴ്സിനെ വരെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന പലതരത്തിലുള്ള പ്രവർത്തനങ്ങളും എനർജൈസസ് ഹബ് നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്,
ഈ ഒരു ട്രാൻസ്ഫോർമേഷണൽ എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്ന തരത്തിലേക്ക് നമുക്കിത് മാറാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സംഭവത്തെ നമുക്ക് ധാരാളം ആളുകളിലേക്ക് നമുക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട്. ഇത് അറിയാത്ത, ഇത് മനസ്സിലാക്കിയിട്ടില്ലാത്ത, ഇതിനെക്കുറിച്ച് കേൾക്കാത്ത ആളുകളിലേക്ക് നമുക്കിത് ഈ ഒരു സന്ദേശത്തെ നമുക്ക് എത്തിക്കാനായിട്ട് സാധിക്കേണ്ടതുണ്ട്. ഇത് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ എൻവയോൺമെന്റ് ഇങ്ങനെ ഡിജിറ്റലി ക്രിയേറ്റ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ തുടങ്ങിയതല്ല. ഈ യാത്ര തുടർന്നപ്പോൾ നമുക്ക് ലഭിച്ചതാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ യാത്ര തുടർന്നപ്പോൾ നമുക്ക് ലഭിച്ച ഒരു കാര്യമാണ് ഇത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും നമ്മൾ ഈ എത്തിപ്പെട്ടിരിക്കുന്ന ഈ ട്രാൻസ്ഫോർമേഷണൽ എൻവയോൺമെന്റിൽ നിന്നും ഊർജം എടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ വലിയ തോതിലുള്ള മാറ്റങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. അപ്പൊ നമുക്കിത് ഡിജിറ്റൽ ആയിട്ടാണ് എങ്കിൽ പോലും നമുക്ക് ഇതിന്റെ ഗുണങ്ങൾ നമുക്ക് എടുക്കാനും അതനുസരിച്ച് മുന്നോട്ട് പോകാനും എല്ലാവരും ശ്രദ്ധിക്കുകയും ഉപയോഗപ്പെടുത്തുകയും ആ അർത്ഥത്തിൽ ഒരു ട്രാൻസ്ഫോർമേറ്റഡ് ആയിട്ടുള്ള ജീവിതം ഓരോരുത്തർക്കും ലഭിക്കട്ടെ എന്നും കൂടെ ഈ പ്രഭാതത്തിൽ നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ സെഷൻ കേട്ട എല്ലാവർക്കും നന്ദി. താങ്ക് യു വെരി മച്ച്. മോർ പവർ ടു യു ഓൾ. Thank you. More power to you, Rashid sir. Thank you. More power to you, sir. ഇനി ഷെയറിങ്സിലെ സമയമാണ്. ജെയിൻ ടീച്ചർ, മക്കൂർ സർ, ജമീൽ ടീച്ചർ എല്ലാവരും